രാജ്യത്ത് വിദ്യാർത്ഥി പ്രതിഷേധം കത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി പ്രതികരിച്ചു. യുവാക്കളുടെ ഭാവി നശിപ്പിക്കുന്നവരെ വെറുതെ വിടില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ ഈ വാക്കുകൾ പുതുമയുള്ളതല്ലെന്നും മുമ്പും സമാന വാഗ്ദാനങ്ങൾ നൽകിയിട്ടും വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി ഉയർന്ന പ്രതിഷേധങ്ങൾക്കിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ പ്രതികരിച്ചത്. യുവാക്കളുടെ ക്ഷേമവും ഭാവിയും തന്നെയാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ മുൻഗണന. പേപ്പർ ലീക്ക് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കും. യുവാക്കളുടെ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. എന്നാൽ പ്രതിഷേധക്കാർ ചോദിക്കുന്നത് ചോദ്യം വേറെയാണ്. ഈ പ്രഖ്യാപനം ഇപ്പോഴാണോ വേണ്ടിയിരുന്നത്? ഇത്രയും ദിവസമായി വിദ്യാർത്ഥികൾ തെരുവിലുണ്ട്. ലാത്തി ചാർജും കണ്ണീർ വാതകവും നടന്നു. അപ്പോഴൊന്നും പ്രതികരിക്കാതിരുന്ന സർക്കാർ പ്രതിഷേധം ശക്തമായ ശേഷമാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്നാണ് അവരുടെ വിമർശനം. ചില പ്രമുഖ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാര്യം മറ്റൊന്നാണ്. മോദി ഇന്ന് പറഞ്ഞ യുവാക്കളുടെ ഭാവി സംരക്ഷിക്കും, കുറ്റക്കാർ രക്ഷപ്പെടില്ല എന്ന വാക്കുകൾ ഇന്ത്യക്കാർ പലതവണ കേട്ടിട്ടുള്ളവയാണ്. 2015 പരീക്ഷാ തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. 2024 നീറ്റ് പേപ്പർ ലീക്ക് വിവാദം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴും അതേ വാഗ്ദാനമാണ് ആവർത്തിക്കുന്നത് എന്നാണ് ലേഖനം പറയുന്നത്. ഇതിനിടയിൽ പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾക്ക് മാറ്റമില്ല. അവരുടെ പ്രധാന ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നതാണ്. പേപ്പർ ലീക്കുകൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും വിദ്യാഭ്യാസ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കാരങ്ങൾ വേണമെന്നുമാണ് അവർ പറയുന്നത്. പ്രതിപക്ഷവും പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ വിമർശിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, യുവാക്കളുടെ ഭാവി ഏറ്റവും കൂടുതൽ നശിപ്പിച്ചത് നിങ്ങളാണ്. വിദ്യാഭ്യാസ സംവിധാനം തകർന്നപ്പോൾ ഉത്തരവാദികളായവരെ നിങ്ങൾ സംരക്ഷിച്ചു എന്നാണ് പ്രധാനമന്ത്രിക്കെതിരെ ആരോപിച്ചത്. അതേസമയം സർക്കാർ പറയുന്നത് വേറെയാണ്. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വഴി പേപ്പർ ലീക്ക് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുമെന്നും കുറ്റക്കാർക്ക് കർശന ശിക്ഷ നടപ്പാക്കുമെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നു. എന്നാൽ പ്രതിഷേധക്കാർക്ക് അത് മാത്രം മതിയാകുന്നില്ല. അവരുടെ അഭിപ്രായത്തിൽ ഇത് ശിക്ഷയുടെ മാത്രം പ്രശ്നമല്ല, ഉത്തരവാദിത്തത്തിന്റെ പ്രശ്നവുമാണ്. ഇതിനിടെ ഡൽഹിയിലും മറ്റു നഗരങ്ങളുമായി പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധത്തിനിടെ പോലീസുമായുള്ള സംഘർഷം, ലാത്തി ചാർജ്, കണ്ണീർ വാതക പ്രയോഗം എന്നിവയും വലിയ വിവാദമായി. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളും യുവാക്കളും എത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: പ്രധാനമന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം പ്രതിഷേധം അവസാനിപ്പിക്കുമോ? അതോ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്ന പോലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും വിദ്യാഭ്യാസ രംഗത്തെ ഘടനാപരമായ പരിഷ്കാരങ്ങളും വരുന്നതുവരെ സമരം തുടരുമോ? ഇതിന് ഉത്തരം വരും ദിവസങ്ങളിലാണ് ലഭിക്കുക. ഒരു വശത്ത് പ്രധാനമന്ത്രി യുവാക്കളുടെ ഭാവി സംരക്ഷിക്കും എന്ന് ഉറപ്പ് നൽകുന്നു. മറുവശത്ത് പ്രതിഷേധക്കാർ വാഗ്ദാനമല്ല, ഉത്തരവാദിത്വവും നടപടിയുമാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. ഫാസ്റ്റ് ട്രാക്ക് കോടതികളുടെ പ്രഖ്യാപനം യഥാർത്ഥ മാറ്റത്തിന് വഴിയൊരുക്കുമോ? അതോ മുമ്പത്തെ പോലെ മറ്റൊരു വാഗ്ദാനമായി മാത്രം മാറുകയാണോ ഇത് എന്ന് രാജ്യം ഉറ്റുനോക്കുന്നത്.